നാഴികക്കല്ല് സന്ദർശനം സമാപിച്ചു. വിജയകരമായ സന്ദർശനത്തിന് ശേഷം യൂറോപ്യൻ പ്രസിഡന്റുമാർ ഇന്ത്യ വിട്ടു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും ഇന്ത്യയിലേക്കുള്ള അവരുടെ 3 ദിവസത്തെ നാഴികക്കല്ലായ സംസ്ഥാന സന്ദർശനം അവസാനിപ്പിച്ചു. ഇത് ഇന്ത്യ EU തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള 13 സുപ്രധാന ഫലങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറും സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തത്തിന് കീഴിലുള്ള ഒരു പ്രതിരോധ കരാറും ഉൾപ്പെടുന്നു. സന്ദർശനത്തിന് ശേഷം ബുധനാഴ്ച കോസ്റ്റ പോയതായും ഇന്നലെ വോൺ ഡെർ ലെയൻ പോയതായും വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള 13 സമ്പന്നമായ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശകാര്യ മന്ത്രാലയം സന്ദർശനത്തെ വളരെ വിജയകരമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചു. ഒരു നാഴികക്കല്ല് സന്ദർശനം അവസാനിച്ചു. വളരെ വിജയകരമായ ഒരു സന്ദർശനത്തിന് ശേഷം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ യാത്ര തിരിക്കുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ ഇന്നലെ വൈകുന്നേരം യാത്ര തിരിക്കുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കുന്ന 13 സമ്പന്നമായ ഫലങ്ങൾ ഈ സന്ദർശനത്തിന് കാരണമായി എന്നും പോസ്റ്റ് വായിച്ചു. ഇന്ത്യക്കും ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള യൂറോപ്യൻ വിപണി പ്രവേശനം ഈ ഫലങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ഫലങ്ങൾ നമ്മുടെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങളും അവസരങ്ങളും സൃഷ്ടിക്കുകയും നമ്മുടെ ജനങ്ങളുടെ പുരോഗതിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും അത് കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ഒരു നാഴികക്കല്ല് കരാറിൽ ഒപ്പുവെച്ചു. ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചു. ലോകത്തിലെ 4ാമത്തെയും 2ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ആഴത്തിലുള്ള വിപണി സംയോജനം സാധ്യമാക്കുന്നതിനൊപ്പം സമകാലിക ആഗോള വെല്ലുവിളികൾക്ക് പ്രതികരിക്കുന്ന ഒരു ആധുനിക നിയമാധിഷ്ഠിത വ്യാപാര പങ്കാളിത്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപരമായ സാമ്പത്തിക പങ്കാളിത്തങ്ങളിലൊന്നാണ് ഈ കരാർ. തന്ത്രപരവും പ്രാദേശികവും ആഗോളവുമായ സുരക്ഷാ മേഖലകളിലെ സഹകരണം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇരു ബ്ലോക്കുകളിലെയും നേതാക്കൾ സമ്മതിച്ചതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ സമഗ്ര പ്രതിരോധ സുരക്ഷാ ചട്ടക്കൂടിനെ അടയാളപ്പെടുത്തുന്ന ഒരു നാഴികക്കല്ലായ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തത്തിലും ഇരുപക്ഷവും ഒപ്പുവെച്ചു. കരാറിൽ ഒപ്പുവെച്ചതോടെ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും ശേഷം യൂറോപ്യൻ യൂണിയനുമായി ഇത്തരം ഒരു കരാർ ഉണ്ടാക്കുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇവ കൂടാതെ യൂറോപ്യൻ പ്രസിഡന്റുമാരുടെ സംസ്ഥാന സന്ദർശന വേളയിൽ വ്യാപാരം, സുരക്ഷ, പ്രതിരോധം, മൊബിലിറ്റി, ശുദ്ധമായ ഊർജ്ജം, ശാസ്ത്രം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന 13 കരാറുകളിലും ക്രമീകരണങ്ങളിലും എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് കരാറുകൾ ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.